ഇടുക്കിയിൽ അതിശക്തമായ മഴയിൽ പല പ്രദേശങ്ങളിലും വെള്ളം കയറി. നെടുങ്കണ്ടത്ത് പ്രളയസമാനമായ സാഹചര്യമാണ്. മുണ്ടിയരുമയിൽ നിരവധി വീടുകൾ വെള്ളത്തിനടിയിലായി. 2 നില വീടുകളുടെ 1 നില പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. ആളുകളെ മേഖലയിൽ നിന്നും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നെടുങ്കണ്ടം കമ്പം അന്തർ സംസ്ഥാന പാതയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കട്ടപ്പന വീട്ടിപ്പടിയിലും കുന്തണംപാറയിലും ഉരുൾപൊട്ടി. നെടുങ്കണ്ടം താന്നിമൂട് പാലം വിണ്ടുകീറി. മുല്ലപ്പെരിയാർ ഡാമിന്റെ കൂടുതൽ ഷട്ടറുകൾ ഉയർത്തും. പെട്രോളും വേണ്ട ഡീസലും ഇടുക്കിയിൽ നിന്ന് മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, നമുക്ക് ആ ഡ്രോൺ വിഷ്വൽസിൽ നിന്ന് തന്നെ അതിന്റെ ഒരു ഭീകരത മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വലിയ മേഖലയിൽ പ്രദേശത്ത് തന്നെയാണ് വെള്ളം കയറിയിട്ടുള്ളത്. വീടുകളും മറ്റ് കെട്ടിടങ്ങളും ഒക്കെ ആ ഭാഗത്തുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മഴയൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇപ്പോഴെന്താണ് അവസ്ഥ? മഴ മാറിയിട്ട് മണിക്കൂറുകളായിട്ടുണ്ടെങ്കിലും ഹൈറേഞ്ചിലെ നീരൊഴുക്കുകൾ പുഴയിലും തോടുകളിലുമൊക്കെ അതിശക്തമായ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് താന്നിമൂട് ഭാഗത്താണ്. താന്നിമൂട് ഭാഗത്തെ കല്ലാർ പുഴയിൽ കരകവിഞ്ഞൊഴുകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് പല വീടുകളും അതിന്റെ ഓരത്തുള്ള പല വീടുകളും ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ്. വെള്ളം കയറിയിടത്തെ ചെളിയും മറ്റുമൊക്കെ വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി 2 മണിയോട് കൂടിയായിരുന്നു വീടുകളിലേക്കെല്ലാം വെള്ളം കയറി തുടങ്ങിയത്. അപ്പോൾ തന്നെ വിവരം ലഭിച്ച നാട്ടുകാരൊക്കെ തന്നെ തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് മാറി താമസിക്കുകയായിരുന്നു. വലിയ തോതിൽ ഈ കാണുന്ന വീടുകളിലെ തിണ്ണകളിലേക്കടക്കം വെള്ളം കയറിയ സാഹചര്യം ഉണ്ടായിരുന്നു. രാവിലെ മഴ നിലച്ചതോടുകൂടിയാണ് ഇപ്പോൾ കാണുന്ന നിലയിലേക്ക് വെള്ളം താഴോട്ട് ഇറങ്ങി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകൾ മറ്റിടങ്ങളിലേക്ക് മാറി താമസിച്ച ആളുകൾ അതത് വീടുകളിലേക്ക് എത്തി ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതേസമയം ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന ഈ താന്നിമൂട് പാലം ശക്തമായ ഒഴുക്കിനെ തുടർന്ന് വിണ്ടുകീറി എന്നുള്ളതാണ്. ഈ പാലം നിർമ്മാണം കഴിഞ്ഞിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഈ വലിയൊരു കുത്തൊഴുക്ക് ഉണ്ടായ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഇവിടെ പാലം വട്ടം വിണ്ടുകീറിയിരിക്കുന്ന സാഹചര്യമാണ്. നാട്ടുകാർ പറയുന്നത് ഈ പാലത്തിന്റെ ഉദ്ഘാടനം പോലും പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. വലിയ ശക്തമായ ഒഴുക്കിനെ തുടർന്ന് ഈ പാലം ദുർബലമാവുകയും പാലത്തിന്റെ വട്ടം ഒരു വിള്ളൽ ഉണ്ടായിരിക്കുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. നമുക്ക് ഈ നാട്ടുകാരോട് കൂടി ചോദിക്കാം, ചേട്ടാ, വലിയ തോതിലുള്ള ഒഴുക്കായിരുന്നു ഉണ്ടായത്? വലിയ തോതിലുള്ള ഒഴുക്കായിരുന്നു, ഭയങ്കര ശക്തമായ ഒഴുക്കായിരുന്നു അനുഭവപ്പെട്ടത്. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു കാലാവസ്ഥയിലാണ് വെള്ളം അതേപോലെ കുത്തി പറയുകയായിരുന്നു. ഇത് പാലം ഇങ്ങനെ വിണ്ടുകീറേണ്ട സാഹചര്യം? പാലം വിണ്ടുകീറാനുള്ള സാഹചര്യം ഇതിനകത്തുള്ള ഈ ഒരു നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഒരു അതിനകത്തുള്ള ഒരു അഭാവത്തിലാണ് അങ്ങനെ ആ ഒരു ഇത് വന്നേക്കുന്നത്. ഇത് എത്ര നാളായി ഈ പാലം നിർമ്മാണം പൂർത്തിയായിട്ട്? പാലം നിർമ്മാണം പൂർത്തിയായിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. 1 വർഷം ആകുന്നേ ഉള്ളൂ. ഈ പാലത്തിന് മുകളിലൂടെ വെള്ളം അതെ അതിനു മുമ്പായിട്ട് തന്നെ വെള്ളം കയറി അടിയിലത്തെ മണ്ണ് പോയെന്നാണ് തോന്നുന്നത്. അതാണ് ഇത്രയും വലിയ ശക്തമായിട്ട് ഈ അടി വഴി കുത്തൊഴുക്ക് വന്നപ്പോഴാണ് ഇത് ഇങ്ങനെ വിള്ളലായിട്ട് വന്നേക്കുന്നത്. മുൻപ് ഈ നിലയിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടോ ഈ പ്രദേശത്ത്? 92-ലാണ് ഒരു പ്രാവശ്യം ഉണ്ടായത്. 92 അന്ന് ചെറിയ പാലമായിരുന്നു. അതിന് ശേഷമാണ് പാലം പുതുക്കി പണിത്. ഇപ്പോൾ 1 വർഷം ആകുന്നേ ഉള്ളൂ പാലം പുതിയത് വന്നിട്ട്. തീർച്ചയായും 1 വർഷം ആയിട്ടുള്ളൂ ഈ പാലം പുതുക്കി പണിതിട്ട് എന്നാണ് പറയുന്നത്. അപ്പോഴേക്കും ഈ രീതിയിൽ വലിയ ഒരു വിള്ളൽ ഈ പാലത്തിന് ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ പാലം ഉപയോഗശൂന്യമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. വലിയ തോതിലുള്ള വാഹനങ്ങൾക്കൊന്നും കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് താന്നിമൂട് പാലത്തിന്റെ സ്ഥിതി മാറിയിട്ടുണ്ട്. അതേസമയം മറ്റിടങ്ങളിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നെടുങ്കണ്ടത്തെ മറ്റു ഭാഗങ്ങളിലൊക്കെ തന്നെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടെങ്കിലും ആളുകൾ വീടുകളിൽ വെള്ളം കയറി ഇടത്തൊന്നും ആളുകൾ തിരിച്ചെത്തിയിട്ടില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു വാട്ടർ അതോറിറ്റിയുടെ പമ്പ് സെറ്റാണ്. അത് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി ആ പമ്പ് സെറ്റ് പൂർണ്ണമായും നശിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് ഈ വെള്ളം അടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങൾ, ജലസേചനവുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നത് വാട്ടർ അതോറിറ്റി അധികൃതരും ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട്. മറ്റ് മുണ്ടിയരുമ, താന്നിമൂട്, സന്യാസി 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറി. 1-ാം നില മുഴുവൻ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നല്ലോ നേരത്തെ. അതിലല്പം മാറ്റം വന്നിട്ടുണ്ടോ? വെള്ളം ഈ ഘട്ടത്തിൽ പതിയെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. കാരണം രാവിലെ ഏതാണ്ട് 10 മണിയോടുകൂടി മഴ പൂർണ്ണമായി നിലയ്ക്കുകയും വെള്ളം ഇറങ്ങി തുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ
ശക്തമായ മുകൾ ഭാഗങ്ങളിൽ എവിടെയോ ഉരുൾപൊട്ടലോ അതുപോലുള്ള എന്തോ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് വലിയ തോതിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് ഇത്ര നേരം കഴിഞ്ഞിട്ടും വെള്ളം അങ്ങോട്ട് താന്നിട്ടില്ല അല്ലേ? വെള്ളം ഇതുവരെ താന്നിട്ടില്ല. സാധാരണ ഇതുപോലെ പൊങ്ങിയിട്ട് ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ലെവലാകുന്നതായിരുന്നു. ഇതിപ്പോൾ നീരൊഴുക്ക് അതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ പമ്പ് സെറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ നശിച്ചു പോയിട്ടുണ്ടല്ലോ. പമ്പ് ഹൗസിൽ വെള്ളം കയറുന്നത് രണ്ടാമത്തെ പ്രാവശ്യം. കഴിഞ്ഞ പ്രളയത്തിലൊന്ന് കയറിയായിരുന്നു, പക്ഷേ അത് ഇത്രയും വെള്ളം അങ്ങനെ കയറിയിട്ടില്ല. അപ്പോൾ ആ പമ്പ് ഹൗസിൻ്റെ ടോപ്പ് ലെവല് വെള്ളം കയറി അതിൻ്റെ സ്റ്റാർട്ടറും മോട്ടറും കാര്യങ്ങളും എല്ലാം നശിച്ചിരിക്കുകയാണ്. മൊത്തം പാലം കാണത്തില്ലായിരുന്നു. ഞങ്ങൾ 5:30 കഴിയുമ്പോൾ പാലം കാണത്തില്ല. വലിയ ബുദ്ധിമുട്ടായിട്ടുണ്ടാവുമല്ലോ രാത്രി. എന്താ ചെയ്ത് മാറി താമസിക്കാനും മറ്റൊക്കെ? എങ്ങനെ മാറി താമസിക്കാൻ പറ്റിയ സാഹചര്യം ഉണ്ടായത്. ഒരു 5-8 വീട് മൊത്തം മുങ്ങിപ്പോയിട്ടുണ്ട്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. രാവിലെയാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ ഒന്ന് ആൾക്കാരെല്ലാം മാറ്റി അവിടെ സാധനങ്ങളെല്ലാം മാറ്റി അവരെ രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. ആർക്കും അപകടം ഉണ്ടായിട്ടില്ല. സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ആരെങ്കിലും കുടുങ്ങി കിടപ്പുന്നുണ്ടോ? ഇപ്പോൾ ഇന്നും കുടുങ്ങി കിടപ്പില്ല. എല്ലാവരും രക്ഷപ്പെടുത്തി. രാത്രിയാണ്ട് ഒന്നും അറിയാൻ പറ്റില്ല. ആ വീട്ടിൽ വെള്ളം കയറിയിട്ട് രാത്രിയിലായിരുന്നു അവിടുത്തെ ആടിനെ എല്ലാം മാറ്റി, മൃഗങ്ങളെ എല്ലാം മാറ്റി, മൊത്തം മാറ്റി. ആർക്കും അപകടമൊന്നും വന്നിട്ടില്ല. ആ വീട്ടിൽ ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട്. അതേ ഇരിക്കുന്നു ആ വീട്ടിൽ. തീർച്ചയായും ആ നിലയ്ക്കാണ് ദിവ്യ കാര്യങ്ങൾ. ഒഴുകിപ്പോയതിൽ വളർത്തുമൃഗങ്ങളും വാഹനങ്ങളും വീട്ടു സാധനങ്ങളും അടക്കമുള്ള സാധനങ്ങൾ ഒഴുകിപ്പോയിട്ടുണ്ട്. ഇപ്പോഴും വീടുകളിൽ കയറിയിരിക്കുന്ന വെള്ളങ്ങൾ താഴോട്ട് ഇറങ്ങിയെങ്കിലും ആളുകൾ മുണ്ടിയേരിമ ഭാഗത്തും മറ്റും ആളുകൾ തിരിച്ച് വീട്ടുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അതിന്റെ കണക്കെടുക്കുന്ന നടപടികളിലേക്കും മറ്റും ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകളെ തിരികെ വീട്ടിലേക്ക് എത്തിക്കാനും വെള്ളം കയറിയ വീടുകൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനുമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ജില്ലയിൽ മൊത്തത്തിൽ ഹൈറേഞ്ചിൽ മൊത്തത്തിൽ തന്നെ ഈ ശക്തമായ മഴ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കട്ടപ്പനയിലൊക്കെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. വീട്ടിപ്പടിയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു വലിയ ഭാഗം മുഴുവൻ ഒലിച്ചു പോവുകയും വീടുകളിലേക്കൊക്കെ മണ്ണും കല്ലും ഒക്കെ വന്ന് കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മറ്റ് കുമളിയിൽ അതിശക്തമായ മഴയാണ് ലഭിച്ചത്. അതിനെ തുടർന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ 8 ഷട്ടറുകൾ 75 സെന്റിമീറ്റർ വീതം ഉയർത്തേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോഴും കല്ലാർ അണക്കെട്ടിലെ ഷട്ടറുകൾ തുറന്നു തന്നെ വെച്ചിരിക്കുകയാണ്. ജലം നിയന്ത്രണാതീതമായാൽ മാത്രമേ ഷട്ടറുകൾ താത്താൻ കഴിയുകയുള്ളൂ എന്നുള്ള പ്രതികരണമാണ് ജില്ലാ ഭരണകൂടം ഈ ഘട്ടത്തിൽ. ഇനിയും ഉയർത്തുവോ? ഈ ഡാമിലേക്കുള്ള നീരൊഴുക്ക് ഒരല്പമെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ? ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ജലനിരപ്പ് കുറയാതെ തന്നെ തുടരുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ ഷട്ടറുകൾ കൂടി ഉയർത്താനുള്ള നടപടിയിലേക്ക് ഇപ്പോൾ കടന്നിട്ടിരിക്കുന്നത്. നിലവിൽ 8 ഷട്ടറുകൾ ഡാമിൻ്റേത് ഉയർത്തിയിട്ടുണ്ട്. 1, 2, 3 ഷട്ടറുകളായിരുന്നു ആദ്യഘട്ടത്തിൽ ഉയർത്തിയിരുന്നെങ്കിൽ പിന്നീട് 4, 5, 6, 7, 8 ഷട്ടറുകൾ കൂടി തുറക്കുകയായിരുന്നു. 75 സെന്റിമീറ്ററാണ് എല്ലാ ഷട്ടറുകളും തുറന്നിട്ടുള്ളത്. സെക്കൻഡിൽ 3000-ലധികം ഘന അടി ജലം പുറത്തേക്ക് ഒഴുക്കാനുള്ള തീരുമാനമാണ് ഈ ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ജലസേചന വകുപ്പുമായി ജില്ലാ ഭരണകൂടം ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് നേരിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഈ ഉച്ച 12 മണി കഴിയുമ്പോഴേക്കും ജില്ലയിൽ വലിയ മഴക്കെടുതിയുടെ സാഹചര്യങ്ങൾ ജനങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി അതിനെ നേരിടാനുള്ള ഒരുക്കങ്ങളിലേക്കാണ്. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം അവർ സ്വയം ഉൾക്കൊള്ളുകയാണ്. ഇനി നഷ്ടപ്പെട്ട ബാക്കിയുള്ളവ തിരിച്ചുപിടിക്കുക എന്നുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് കടക്കുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങൾ, വീടുകളിലേക്ക് തിരികെ എത്തുക, നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ എത്രത്തോളം കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് നൽകുകയാണ്. പ്രധാനമായും ഏതെങ്കിലും തരത്തിൽ ഒരു ഔദ്യോഗിക ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നമുക്ക് നൽകുന്ന വിശദീകരണം. അതേസമയം 100-ലധികം കുടുംബങ്ങളെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ, ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന താന്നിമൂട് തന്നെയാണെങ്കിൽ നാട്ടുകാരോട് ചോദിക്കുമ്പോൾ ആരെയും ഔദ്യോഗികമായ ഒരു ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടില്ല. രാത്രികാലങ്ങളിൽ തൊട്ടടുത്തുള്ള ആളുകൾ തന്നെ അവരെ മറ്റു വീടുകളിലേക്ക്, അയൽവാസികളുടെ വീട്ടിലേക്ക് മാറ്റുകയായിരുന്നു. അവർ തന്നെ രാവിലെ വെള്ളം ഇറങ്ങിയപ്പോൾ തിരികെ വീടുകളിലേക്ക് എത്തുന്ന സാഹചര്യമാണ്. മഴ പെയ്തത്. വിവരങ്ങളാണ് മുഹമ്മദ് ആഷിഖ് നൽകിയത്.